ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിധി ചേർത്ത രണ്ട് ഹൃദയങ്ങൾ പാർട്ട് 6 നമുക്ക് തുടങ്ങിയാലോ? അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം പൂർത്തിയാക്കാൻ പോകുകയായിരുന്നു. ആദ്യകാലത്ത് ഒരുമിച്ച് ജീവിക്കാൻ പോലും മടിച്ചിരുന്ന അർജുനും ദേവികയും ഇന്ന് പരസ്പരമില്ലാതെ ഒരു ദിവസം പോലും ചിന്തിക്കാൻ കഴിയാത്തവരെ മാറിയിരുന്നു. വിവാഹ വാർഷികത്തിൻ്റെ തലേ ദിവസം ദേവിക പതിവ് പോലെ വീട്ടിലെ കാര്യങ്ങളിൽ തിരക്കിലായിരുന്നു. അർജുൻ ആ ദിവസം മുഴുവൻ എന്തോ മറക്കുന്ന പോലെ പെരുമാറുന്നത് അവൾ ശ്രദ്ധിച്ചു. അർജുൻ, എന്താ ഇന്ന് എന്തോ രഹസ്യമുള്ള പോലെ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നാളെ അറിയാം. പിറ്റേന്ന് രാവിലെ ദേവിക കണ്ണു തുറന്നപ്പോൾ മുറിയിൽ ചെറിയൊരു മാറ്റം ശ്രദ്ധിച്ചു. മേശാപ്പുറത്ത് ഒരു മനോഹരമായ സമ്മാനം, അതിനടുത്തൊരു കുറിപ്പും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മനോഹരമായ തീരുമാനമായിരുന്നു നീ. ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ താഴേക്ക് വന്നപ്പോൾ വീട് മുഴുവൻ ചെറിയ അലങ്കാരങ്ങളാൽ മനോഹരമായിരിക്കുന്നു. രാഘവനും സുജാതയും ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ഇതെല്ലാം അർജുൻ്റെ ഒരുക്കമാണ് മോളെ. അപ്പോൾ അർജുൻ അവളുടെ അടുത്തേക്ക് വന്നു. ദേവിക അവൾ തിരിഞ്ഞു നോക്കി. അർജുൻ പതുക്കെ പറഞ്ഞു, 1 വർഷം മുമ്പ് നമ്മൾ 2 അപരിചിതരായിരുന്നു. ഈ വിവാഹം നമ്മുടെ തീരുമാനമായിരുന്നില്ല. പക്ഷേ ഇന്ന് അവൻ അവളുടെ കൈ പിടിച്ചു. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നീയാണ്. ദേവികയുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീർ നിറഞ്ഞു. അർജുൻ, ആദ്യമൊക്കെ നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് സമയമെടുത്തു. പക്ഷേ ഇന്ന് ഞാൻ പറയാം, നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് വിധിയുടെ ഏറ്റവും വലിയ സമ്മാനമാണ്. ഇരുവരും പുഞ്ചിരിച്ചു. ദൂരെ നിന്ന് ഇത് കണ്ടുനിന്ന രാഘവനും സുജാതയും സന്തോഷത്തോടെ നോക്കി. പക്ഷേ ആ സന്തോഷത്തിനിടയിൽ അർജുൻ്റെ ഫോണിൽ ഒരു പുതിയ സന്ദേശം വന്നു. ലണ്ടൻ പ്രൊജക്റ്റ് ഫൈനൽ ഓപ്പർച്യൂണിറ്റി. അർജുൻ ആ മെസ്സേജ് നോക്കി നിശബ്ദനായി. അവൻ്റെ മുഖത്തെ മാറ്റം ദേവിക ശ്രദ്ധിച്ചു. വിവാഹ വാർഷികത്തിൻ്റെ സന്തോഷം അവസാനിച്ചിട്ടും അർജുൻ മനസ്സിൽ ഒരു ചിന്ത മാത്രമായിരുന്നു, ലണ്ടൻ പ്രൊജക്റ്റ്. അത് അവൻ്റെ വർഷങ്ങളായുള്ള സ്വപ്നവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദേവികയും ഉണ്ടായിരുന്നു. ആ രാത്രി അർജുൻ മിണ്ടാതിരിക്കുന്നത് ദേവിക ശ്രദ്ധിച്ചു. അർജുൻ, എന്തോ വിഷമമുണ്ടല്ലോ. അവൻ കുറച്ചുനേരം അത് നിന്നു. ശേഷം ഫോൺ അവൾക്ക് നൽകി. ലണ്ടൻ പ്രൊജക്റ്റിൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ ദേവിക നിശബ്ദയായി. വീണ്ടും അതേ അവസരം. അർജുൻ പതുക്കെ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ഇത് വിട്ടു. പക്ഷേ ഇപ്പോൾ വീണ്ടും വന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ദേവിക അവനെ നോക്കി ചിരിച്ചു. അർജുൻ, നീ ഒരിക്കൽ എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്ര സന്തോഷവതിയായത്. പക്ഷേ അതിൻ്റെ പേരിൽ നിന്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. പക്ഷേ എൻ്റെ സന്തോഷം നീ സന്തോഷത്തോടെ ഇരിക്കുന്നതിലാണ്. ആ വാക്കുകൾ അർജുൻ്റെ കണ്ണുകൾ നിറച്ചു. അടുത്ത ദിവസം അവർ രാഘവൻ്റെയും സുജാതയുടെയും അടുത്ത് കാര്യം പറഞ്ഞു. രാഘവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നല്ല അവസരം വന്നാൽ പേടിക്കേണ്ട. ബന്ധങ്ങൾ ദൂരത്തിലല്ല, മനസ്സിലാണ്. സുജാത ദേവികയുടെ കൈ പിടിച്ചു. നീ ഞങ്ങളുടെ മകളാണ്. അർജുൻ്റെ സ്വപ്നങ്ങൾക്ക് നീ കൂട്ടായി നിൽക്കണം. ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവസാനം അർജുൻ തീരുമാനിച്ചു, അവൻ ലണ്ടൻ പ്രൊജക്റ്റ് സ്വീകരിക്കും. പക്ഷേ ഒരു വ്യവസ്ഥയോടെ. എൻ്റെ കുടുംബത്തെ വിട്ടു പോകാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ദേവികയും കൂട്ടി പോകാനുള്ള അവസരം വേണം. കമ്പനി മറുപടി നൽകുമെന്ന് പറഞ്ഞ് അവൻ ദിവസങ്ങൾ കടന്നു. ഒരു ദിവസം രാവിലെ അർജുൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു. കോൾ എടുത്തതോടെ അവൻ്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി. ദേവിക, എന്താ അർജുൻ? അവൻ അവളെ നോക്കി പറഞ്ഞു. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകാം. ദേവികയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. പക്ഷേ അവൾക്കറിയില്ലായിരുന്നു, ലണ്ടനിലേക്കുള്ള ആ യാത്ര അവരുടെ ജീവിതത്തിൽ മറ്റൊരു വലിയ മാറ്റം കൊണ്ടുവരുമെന്ന്. തുടരും. അപ്പോൾ അടുത്ത പാട്ട് വേഗടാട്ടോ. അപ്പോൾ ഫൈനൽ പാട്ടായിരിക്കും ഇനി അടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്.